തെരഞ്ഞെടുപ്പ് PR പ്രവർത്തനത്തിന്റെ ഭാഗമായി സർക്കാർ ജീവനക്കാരുടെ വാട്സാപ്പിലേക്ക് വന്ന സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളത്തിൽ വലിയ ചർച്ചയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇത് പ്രവർത്തിച്ചതെന്നും ആരോപണമുയർന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി ഇത്തരത്തിൽ സന്ദേശം അയക്കരുതെന്നും ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഹാജരാക്കാനും സർക്കാരിന് കർശന നിർദ്ദേശവും നൽകി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്നുണ്ടായത് എന്നതിൽ തർക്കമില്ല. ഇപ്പോൾ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണമാണ് മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമെല്ലാമായിരുന്ന രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. ജീവനക്കാരുടെ വിവരങ്ങൾ തേടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്പാർക്കിന് കത്ത് നൽകിയ രേഖയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പുറത്തുവിട്ടിരിക്കുന്നത്. ജീവനക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ അടക്കമുള്ള ഡാറ്റ ചോർന്നെന്ന പരാതിയിൽ ആണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജീവനക്കാരുടെ വ്യക്തിവിവരങ്ങൾ തേടി സ്പാർക്കിന് കത്തയച്ചുവെന്നും ഡാറ്റ ചോർച്ചയുടെ നഗ്നമായ ഉദാഹരണമാണെന്നും രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി അറിയാതെ ഇത്തരത്തിൽ ഓഫീസ് ഒരു കത്ത് അയക്കില്ലെന്നും ഇത് സംബന്ധിച്ച കത്തും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് ഡാറ്റ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്പാർക്കിന് നൽകിയ കത്തിന്റെ പകർപ്പാണ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടിരിക്കുന്നത്. എല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടാണ് നടന്നതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട സാംബശിവ റാവു ആണ് കത്ത് എടുക്കാൻ സ്പാർക്കിന് കത്തയച്ചിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രത്യേക ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട സാംബശിവ റാവു ഇത്തരത്തിൽ ഒരു കത്ത് നൽകണമെങ്കിൽ അത് പിണറായി വിജയന്റെ അറിവും സമ്മതവുമില്ലാതെ നടക്കില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുകയാണ്. എല്ലാ വകുപ്പുകളിൽ നിന്നും, അതായത് സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളിൽ നിന്നും ജീവനക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചു സ്മാർട്ട് വഴി എക്സൽ ഷീറ്റുകളാക്കി നൽകാൻ ആവശ്യപ്പെട്ടു. PRD സ്പെഷ്യൽ സെക്രട്ടറിക്ക് വിവരങ്ങൾ കൈമാറാനായിരുന്നു നിർദ്ദേശം. അതായത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ സെക്രട്ടറിക്കാണ് വിവരങ്ങൾ കൈമാറാൻ നിർദ്ദേശം നൽകിയത്. മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും വ്യക്തിഗത വിവരങ്ങൾ ശേഖരിച്ച ഏറ്റവും വലിയ ഡാറ്റ ചോർത്തലാണ് നടന്നിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ഡാറ്റ ചോർത്തലാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നതെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശിച്ച പ്രകാരമാണ് ഇത്തരമൊരു നീക്കമുണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഡാറ്റ ചോർത്തൽ നടന്നത്. സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണിത്. 2026 ഫെബ്രുവരി മാസത്തിൽ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ നൽകണമെന്ന് അറിയിച്ചാണ് കത്തയച്ചത്. ഉദ്യോഗസ്ഥരുടെ പേര്, ഫോൺ നമ്പർ, ജോലി അടക്കമുള്ള എല്ലാ വ്യക്തി വിവരങ്ങളും ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യക്തിപരമായ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്ന് കത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങൾ PRD ഡയറക്ടർക്ക് ഈ മാസം 12-ന് മുമ്പ് കൈമാറണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഫെബ്രുവരി 12-ന് മുമ്പ് എല്ലാ വിവരങ്ങളും കൈമാറണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പോയ കത്തിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. അതായത് 2025 ഡിസംബർ മാസത്തിലാണ് കത്ത് അയക്കുന്നത്. ആ കത്തിൽ പറയുന്നത് 2025 ഡിസംബറിൽ അയച്ച കത്തിൽ പറയുന്നത് 2026 ഫെബ്രുവരി മാസം 12-നകം എല്ലാ വിവരങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പേര്, അവരുടെ ഫോൺ നമ്പർ, അവരുടെ തസ്തിക അടക്കമുള്ള എല്ലാ വിവരങ്ങളും എക്സൽ ഷീറ്റ് വഴി ലഭിക്കണമെന്നാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രി OSD ഇങ്ങനെ ഒരു കത്ത് അയക്കുമോ എന്ന ചോദ്യമാണ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്തെന്നും ഈ കത്ത് മറച്ചുവെച്ചിന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുമോ എന്നാണ് അറിയേണ്ടതെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. ഇക്കാര്യത്തിൽ കോടതി കേസെടുക്കാൻ നിർദ്ദേശിക്കണം. ഹൈക്കോടതി ജഡ്ജിമാർക്കുൾപ്പെടെ മുഖ്യമന്ത്രിയുടെ സന്ദേശമെത്തിയെന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുകയാണ്. എന്തായാലും കോടതി കഴിഞ്ഞ ദിവസം സർക്കാരിനെ എടുത്തു കുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇനി ഒരു സന്ദേശം പോലും ആർക്കും നൽകരുതെന്ന കൃത്യമായ നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, കേരളത്തിനെ വിൽപ്പന ചരക്കാക്കി മാറ്റാൻ ശ്രമിച്ച മുൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ നിരവധിയായ വസ്തുതകൾ തെളിവ് സഹിതം പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. സ്പ്രിംഗ്ലറും ബ്രൂവറിയും അടക്കമുള്ള ആരോപണങ്ങളുടെ കെട്ടരിച്ച സർക്കാരിനെ യുട്ടേൺ അടുപ്പിച്ച രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇത് ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ കത്തിന്റെ പകർപ്പ് പൊതുസമൂഹത്തിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ രമേശ് ചെന്നിത്തല കേരള രാഷ്ട്രീയത്തിൽ പകരം വെക്കാനില്ലാത്ത നേതാവാണെന്ന് ഒരിക്കൽ
കൂടി അരക്കെട്ടുറപ്പിച്ച് തെളിയിക്കുകയാണ്.